ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തോ ആയിക്കോട്ടെ അത് കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ വന്നിട്ടുള്ളത് ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ കുറച്ച് അപ്ഡേറ്റുകളാണ്. അതിൽ ഞാൻ ടോക്കണോമിക്സ് പറയുന്നുണ്ട്, ഇത് എപ്പോഴാണ് ലിസ്റ്റ് ആവുന്നത് ഇല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾക്ക് പൈസ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഈ ഒരു ടോക്കണോമിക്സിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകളുണ്ട്. ആ ഒരു ഡൗട്ടൊക്കെ ഈ ഒരു വീഡിയോ കണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്ലിയർ ആവും. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഒരു ബ്ലസ്സിൻ്റെ പേജിലേക്ക് പോവുകയാണ്. അപ്പോൾ എൻ്റെ അപ്പ് ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും, അതേപോലെ തന്നെ എത്രത്തോളമാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈം നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് പറഞ്ഞാൽ വേഗം തന്നെ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ടൈമായി എന്നുള്ളൊരു കാര്യം പറയുക. എത്രത്തോളം ആയോ അത്രത്തോളം നല്ലത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു ബ്ലസ് നെറ്റ്വർക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം. എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് കാലമായിട്ട് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്. അതേപോലെ തന്നെ കുറച്ച് നെഗറ്റീവൊക്കെ ഉണ്ട്. എന്താണ് ഫസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ കൈറ്റോ ആപ്പേഴ്സിൽ ഈ ഒരു പ്രൊജക്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ബിനാൻസ് ആൽഫയിൽ ഇത് വരുമോന്നും ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ട് ഉണ്ടാവും. അതേപോലെ തന്നെ ഈ ഒരു ടോക്കണോമിക്സിലൊക്കെ എടുത്ത് നോക്കിയെന്ന് പറഞ്ഞാൽ നമുക്ക് എത്രത്തോളം അലോക്കേഷനാണ് കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ടോക്കണോമിക്സിലേക്ക് പോകാം. അപ്പോൾ ബ്ലം ടോക്കണോമിക്സ് ഓവർവ്യൂ പവറിംഗ് ദ വേൾഡ് ഫസ്റ്റ് ഷെയർഡ് കമ്പ്യൂട്ടർ. അപ്പോൾ ഇതൊരു DPM പ്രൊജക്റ്റാണ്. നമുക്ക് ഇപ്പോഴും ജോയിൻ ആവാനുള്ള ടൈമൊക്കെ ഈ പ്രൊജക്റ്റിലുണ്ട്. അപ്പോൾ ഇതുവരെ കയറാത്തവരാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതേപോലെ തന്നെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ അപ്ഡേറ്റ് ആ ഒരു കറൻറ്റ് ടൈമിൽ കിട്ടുന്ന അപ്ഡേറ്റുകളൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ ബ്ലസ് മേക്ക് ദാറ്റ് പോസിബിൾ ബൈ ടേണിങ് എവറി ഡേ ഡിവൈസ് ഇൻ ടു ഗ്ലോബൽ കമ്പ്യൂട്ടറിനൊക്കെ ഇതൊക്കെ അവരെന്താണ് പ്രൊജക്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ദോസ് ഹൂ പാർട്ടിസിപ്പേറ്റ് ഡോണ്ട് ജസ്റ്റ് ഹെൽപ്പ് റൺ ദ സിസ്റ്റം, ദേ ഏൺ എ ഷെയർ ഇൻ ദ ഫ്യൂച്ചർ ഓഫ് AI എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടു കോർഡിനേറ്റ് ആൻഡ് റിവാർഡ് ദിസ് പീപ്പിൾ പ്രൊവൈഡ് മൂവ്മെൻറ്റ് ബ്ലസ് യൂസസ് എ 2 ടോക്കൺ സിസ്റ്റം. അപ്പോൾ നമുക്കിതൊരു ടെസ്റ്റിംഗ് ഫേസിലും ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റിലും വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള നെറ്റിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാണ്, അവർ റിവാർഡ് തീർച്ചയായിട്ടും തരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് 2 രീതിയിലാണ് നമുക്കിവിടെ തരാൻ പോകുന്നത്. ഒന്ന് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ രീതിയിലും അതേപോലെ തന്നെ ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള അവൻ്റെ ഏറ്റവും ഓണർഷിപ്പ് ടോക്കൺ ആയിട്ടുള്ള ഈ ഒരു ടോക്കൺ രീതിയിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, റിവാർഡുകൾ തരാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ടൈം? യൂസ് ടു റെക്കഗ്നൈസ് കോൺട്രിബ്യൂഷൻ ടു ദ നെറ്റ്വർക്ക്. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ആയിരിക്കും നമുക്കൊക്കെ കിട്ടാൻ പോകുന്നത്. ഈ ഒരു ടോക്കൺ ലാസ്റ്റ് ഒരു സമയമാകുമ്പോൾ നമുക്ക് എന്താണ് അത് ബ്ലസ് ആയിട്ട് കൺവേർഷനാണ് ഇവിടെ നടക്കുക എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഇപ്പോച്ചൊക്കെ എൻഡ് ആകുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു ടോക്കണിൻ്റെ എന്തായിരിക്കും, ടോക്കണിൻ്റെ നെയിം എന്തായിരിക്കും, ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ആയിരിക്കും കിട്ടാൻ പോകുന്നത്. ഹൗ ദ 2 ടോക്കൺ വർക്ക് ടുഗദർ, എങ്ങനെയാണ് ഈ ഒരു 2 ടോക്കണും വർക്ക് ആവുന്നത് പറഞ്ഞിട്ടുള്ള കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ടൈം എന്ന് പറയുന്നത് റിവാർഡ് ടോക്കൺ ആണ്, അതേപോലെ തന്നെ ബ്ലസ് എന്ന് പറയുന്നത് അതിൻ്റെ പ്രോട്ടോകോൾ ടോക്കൺ ആണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഓരോ ഇപ്പോച്ചയ്ക്കും 100 മില്യൺ പെർ സംതിങ് ടൈം ടോക്കൺ ആണ് നമുക്ക് റിവാർഡ് ടോക്കൺ ആയിട്ട് തരാൻ പോകുന്നത്. ഏൺഡ് ഫോർ കോൺട്രിബ്യൂട്ടിംഗ് ഫോർ ദ ഷെയർ കമ്പ്യൂട്ട് ബേൺഡ് വിത്ത് റിഡീംഡ്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ പാർട്ടിസിപ്പേഷനും നമുക്ക് കിട്ടാൻ പോകുന്ന റിവാർഡ് എന്താണ്, ടൈം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോക്കൺ ആണ്. അപ്പോൾ ഈ ഒരു ടൈം എപ്പോഴാണ് നമുക്ക് ബ്ലസ് ആക്കി മാറ്റാൻ പറ്റുക എന്നുള്ളൊരു കാര്യവും കൂടി അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. യൂസേഴ്സ് ഏൺ ടൈം ബൈ കോൺട്രിബ്യൂട്ടിംഗ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇപ്പോച്ച്. അപ്പോൾ ഈ ഒരു ഇപ്പോച്ച് എൻഡ് ആവുമ്പോൾ യൂസേഴ്സ് ക്യാൻ കൺവേർട്ട് ടൈം ടു ബ്ലസ് ഇമീഡിയറ്റ്ലി ഓർ വിത്ത് ലോക്കപ്പ് എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറഞ്ഞാൽ മേ ബി നമുക്ക് എന്താണ് ഇതൊരു സ്റ്റേക്കിംഗ് ഓപ്ഷനും അവർ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇപ്പോച്ച് എൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോക്കൺ ആയിരിക്കും കിട്ടുക. അപ്പോൾ ഈ ഒരു ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഈ ഒരു ബ്ലസ് ലോഞ്ച് ആകുമ്പോൾ നമുക്ക് ബ്ലസ് ടോക്കൺ ആയിട്ട് കൺവേർട്ട് ആയിട്ടായിരിക്കും നമുക്ക് എന്ത് കിട്ടാൻ പോകുന്നത്, റിവാർഡായിട്ട് കിട്ടാൻ പോകുന്നത്. അതേപോലെ തന്നെ ബ്ലസ് യൂസേഴ്സ് 90% ഓഫ് ദാറ്റ് റവന്യൂ ടു ബൈ ബാക്ക് ആൻഡ് ബേൺ ബ്ലസ് എന്നുള്ളൊരു കാര്യവും യൂസേഴ്സ് ക്യാൻ സ്റ്റേക്ക് ബ്ലസ് ടു അതിൻ്റെ ഫ്യൂച്ചർ വരുന്ന കാര്യങ്ങളും അവരോട് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു കോൺട്രിബ്യൂഷൻ അവരെന്ത് ചെയ്യുന്നത്, തരുന്നത് എന്നുള്ളൊരു കാര്യമാണ്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 100 മില്യൺ ടൈം ടോക്കൺ ആണ് അവർ ഓരോ ഇപ്പോഷിലും തരാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം. അപ്പോൾ കോൺട്രിബ്യൂട്ടിംഗ് ടു ദ എക്കോ സിസ്റ്റം പ്രൊഡ്യൂസിങ് എഡ്യൂക്കേഷണൽ കണ്ടന്റ് ബിൽഡിംഗ് ഇന്നോവേറ്റീവ് ആപ്ലിക്കേഷൻ സർവീസ് ദാറ്റ് ലിവറേജ് ഷെയർഡ് കമ്പ്യൂട്ടർ നമ്മൾ കൊടുത്തിട്ടുള്ള പാർട്ടിസിപ്പേഷനാണ് അവിടെ പറയുന്നത്. അപ്പോൾ ടൈം ക്യാൻ ബി ക്ലെയിംഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഇപ്പോച്ച്. അപ്പോൾ നമുക്ക് ഇത് എൻഡ് ആകുമ്പോൾ നമുക്ക് എന്താണ് ടൈം എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ക്ലെയിം ചെയ്യാൻ പറ്റും, അത് ബ്ലസ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്ര നേരം അവർ എന്ത് ചെയ്തത്, ഇത്രയും ഈ ഒരു ഭാഗത്തൊക്കെ പറഞ്ഞിട്ടുള്ളത്.
പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഹൗ ബ്ലസ് ക്യാപ്ചേർഡ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഹൗ വാല്യൂ ഫ്ലോസ് ടു ദ ബ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. അപ്പോൾ അവൻ്റെ ഫ്യൂച്ചർ ആയിട്ടുള്ള ഫണ്ടിങ് ലോങ്ങും അവർ നല്ല രീതിയിൽ തന്നെ ഇതിനൊരു പൊട്ടൻഷ്യൽ ഫ്യൂച്ചറിലും സ്റ്റേബിൾ ആയിട്ടുള്ള പ്രൈസ് ഒക്കെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ പ്രോട്ടോകോൾ റവന്യൂ സ്പ്ലിറ്റ് എന്ന് പറഞ്ഞിട്ട് ബൈബാക്കും ട്രഷറിൻ്റെ പെർസെൻറ്റേജും അവരോട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ടോക്നോമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എത്രത്തോളമാണ് ആൾക്കാർക്ക് കിട്ടാൻ പോകുന്നത്? ബ്ലസ് ടോക്നോമിക്സിൽ നമുക്ക് അലോക്കേഷൻ തരാൻ പോകുന്നത് ഇൻവെസ്റ്റേഴ്സിന് 16%, ടീമിന് 15%, അഡ്വൈസേഴ്സിന് 3%, എക്കോസിസ്റ്റം ആൻഡ് ഫൗണ്ടേഷൻ 20%, എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ 10%, കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് 35% ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ്സും അതേപോലെ തന്നെ എയർ ഡ്രോപ്പും അവരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ടെണ്ണമാണ് മൊത്തം 45% ആണ് നമുക്ക് കിട്ടുക. അതിൽ എയർ ഡ്രോപ്പ് എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ 10% മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം കിടക്കുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഇൻസെൻറ്റീവ്സിൽ നമുക്ക് നമുക്ക് അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ കൈറ്റോ ആപ്പേഴ്സും അങ്ങനെയുള്ള ആൾക്കാർക്കും അതിൽ നിന്നൊരു പ്രോഫിറ്റ് കിട്ടാവുന്നതാണെന്നാണ് ബ്ലസ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഈ ഒരു എയർ ഡ്രോപ്പ് 10% മാത്രമാണെങ്കിൽ നമുക്ക് എന്താണ് വളരെയധികം ഒരു പ്രോഫിറ്റ് കുറവായിരിക്കും ഇതിന് കിട്ടുക. അതൊക്കെ ആ ഒരു പ്രൊജക്റ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കിപ്പോൾ റീസെൻ്റ്ലി ഏത് പ്രൊജക്റ്റിനെയും നമുക്ക് എന്താണ് ചെറുതായിട്ടോ വലുതായിട്ടോ കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് പൊട്ടൻഷ്യൽ പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് എന്താണ് വളരെ പൂജ്യമാണ് തന്നിട്ടുള്ളത്. അതേപോലെ തന്നെ അവരുടെ എപ്പോഴാണ് ലിസ്റ്റിംഗ് കാര്യങ്ങൾ അവരിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് TG എന്ന് പറയുന്നത് അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ TG പ്ലസ് അവരുടെ ഓരോ കാര്യങ്ങളും ഇത്രത്തോളം സപ്ലൈ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർ എന്ത് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് അവർ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഒരു ഓഗസ്റ്റ് ആകുമ്പോഴാണ് ഈ ഒരു പ്രൊജക്റ്റ് എന്താവാൻ പോകുന്നത്, TG കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് മോസ്റ്റ്ലി അവരോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ആ ഒരു സമയം ആകുമ്പോഴായിരിക്കും ഇല്ലെങ്കിൽ അടുത്ത മാസം ആകുമ്പോഴായിരിക്കും നമുക്കിതൊക്കെ പൈസയാക്കാൻ പറ്റുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടട്ടെ. ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ കയറുക. വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയാണ്. പൊട്ടൻഷ്യൽ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് നോട്ട് പേ എന്ന് പോലെ തന്നെ നമുക്ക് ഇതിന്നും ഒരു പ്രോഫിറ്റ് കിട്ടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ആവാത്ത ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാം ചാനലിൽ ജോയിൻ ആവുക. അപ്പോൾ മാത്രമാണ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കാണാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് റീസെൻ്റ്ലി കുറച്ച് ലൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അപ്പ് സ്റ്റോക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് 200 രൂപ നിങ്ങൾ ഗൂഗിൾ പേയിൽ ഇൻസ്റ്റൻ്റ് ആയിട്ട് എടുക്കുക. ഏഞ്ചൽ വൺ ആണെങ്കിൽ 150 രൂപ എടുക്കുക. അതേപോലെ തന്നെ ഒരു ഗോൾഡിൻ്റെ ബൈ എന്ന് പറഞ്ഞിട്ടുള്ള 10 രൂപയ്ക്ക് വാങ്ങി 20 രൂപ UPI ക്യാഷൊക്കെ നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം യൂട്ടിലൈസ് ചെയ്യുക, കുറേ കാശ് ഉണ്ടാക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.